ഹായ് ഫ്രണ്ട്സ്, അഡ 24/7 ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് SSC MDSനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. MDSന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഉടനെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? മെയ് മാസം 7-ാം തീയതി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന നോട്ടിഫിക്കേഷനാണ്. SSCയുടെ ആനുവൽ കലണ്ടറൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ എല്ലാം ഉണ്ട്. ആ ഡേറ്റ അനുസരിച്ച് നമ്മളോട് പറഞ്ഞിരുന്നത് മെയ് മാസത്തിൽ നമുക്ക് SSCയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ്. അപ്പോൾ പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇലക്ഷനൊക്കെ സമയം ആയതുകൊണ്ടായിരിക്കാം നോട്ടിഫിക്കേഷൻ ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം നോട്ടിഫിക്കേഷൻ വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളിപ്പോഴും വെയിറ്റ് ചെയ്യാണ്. ഉടനെ തന്നെ നമുക്ക് എന്താണ് SSCയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് നമുക്കൊരു മിനിമം 3-4 മാസം എന്താണ് മിനിമം 4 മാസം നമുക്ക് മാക്സിമം അതിൻ്റെ കലണ്ടർ അനുസരിച്ച് ഏകദേശം 6 മാസത്തോളം നമുക്ക് പരീക്ഷ നടക്കാനായിട്ട് സമയമുണ്ട്. എന്നാലും നമുക്ക് ഒരു 4 മാസം എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ 4-5 മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ SSC MDS നമുക്ക് എന്താ കൈപ്പിടിയിലൂടെ അല്ലെങ്കിൽ 2025 ആകുമ്പോഴത്തേക്കും നമുക്ക് ജോലിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രവേശിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെ ആ ഒരു എന്താ പറയുക പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാം, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിലേക്ക് പഠിക്കാം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. SSC MDS ഹവൽദാർ ഒറ്റ നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് പോസ്റ്റുകളും തമ്മിലുള്ള ഡിഫറൻസ് നമ്മളൊരു സെഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ അവൈലബിൾ ആണ് കേട്ടോ, നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്, നിങ്ങളത് നോക്കിക്കൊള്ളുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാം പാറ്റേൺ ഉണ്ട്, സിലബസ് ഉണ്ട്, അതിനുശേഷം സ്റ്റഡി പ്ലാൻ. അപ്പോൾ എന്താണ് നമ്മളൊരു പരീക്ഷയ്ക്ക് അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പേ എന്ത് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്, അത് അറിഞ്ഞിട്ട് ശേഷം മാത്രമായിരിക്കും നമുക്ക് എന്താണ് അത് എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്, എത്ര മാർക്കിനായിരിക്കും ചോദിക്കുക, എത്ര ക്വസ്റ്റിനൊക്കെ ആയിരിക്കും ചോദിക്കുക അല്ലേ, എത്ര സമയം നമുക്ക് എന്താണ് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാം പാറ്റേണും സിലബസും അതുപോലെ സ്റ്റഡി പ്ലാനും നോക്കാം. ഓക്കെ, ശരി. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ എക്സാം പാറ്റേൺ നോക്കാം. ഹവൽദാർ, അതായത് SSC MDSന്റെ ഹവൽദാർ. അപ്പോൾ ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് വന്നിട്ട് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം എന്താ പറയുക, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അത് ഹവൽദാർ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. കോമൺ ആയിട്ട് രണ്ടിനും, ഹവൽദാർ പോസ്റ്റിനും MDS പോസ്റ്റിനും നമുക്ക് എന്താണ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിനുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ബാക്കി ഹവൽദാറിന് മാത്രമേ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കോമൺ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് രണ്ട് പോസ്റ്റിനും കോമൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം 2 സെഷനായിട്ടാണ് നടത്തുന്നത്. 45 മിനിറ്റ് വീതമുള്ള 2 സെഷനായിട്ടായിരിക്കും ഈ ഒരു എക്സാം നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ സെഷൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി ആണുള്ളത് അല്ലേ. ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിങ്. 20 ക്വസ്റ്റ്യൻ വീതമാണ് രണ്ടും ചോദിക്കുന്നത്. മാത്സ് 20, അതുപോലെ റീസണിങ് 20. 3 മാർക്കായിരിക്കും, 60 മാർക്കാണ് കേട്ടോ. ഒരു ക്വസ്റ്റിന് 3 മാർക്ക്. അപ്പോൾ മാത്സിന് 60 മാർക്ക്, റീസണിങ്ങിന് 60 മാർക്ക്, 120 മാർക്കാണ് ടോട്ടൽ. 40 ക്വസ്റ്റ്യൻ, 120 മാർക്ക്, 45 മിനിറ്റാണ് സെഷൻ 1. സെഷൻ 2ലേക്ക് വരുമ്പോഴത്തേക്കും GKയും അതുപോലെ ഇംഗ്ലീഷുമാണ്. 25 ക്വസ്റ്റ്യൻ വീതം, ടോട്ടൽ ക്വസ്റ്റ്യൻ 50 ക്വസ്റ്റ്യൻ ആണ്. 150 മാർക്ക്, 3 മാർക്ക് വെച്ചിട്ടാണ് 75 വീതം, 150 മാർക്കാണ് ടോട്ടൽ. അതിനും നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 45 മിനിറ്റ്. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട സബ്ജക്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മാത്സ് പഠിക്കണം, അതുപോലെ എന്താണ് റീസണിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, GK ഉണ്ട് കേട്ടോ. അപ്പോൾ 2 സെഷനായിട്ടായിരിക്കും നടത്തുന്നത്. മൊത്തം 120, 150, 270 മാർക്കാണ്. 90 മിനിറ്റ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സമയം അവൈലബിൾ. അപ്പോൾ 2 സെഷനായിട്ട് നമുക്ക് ആ പരീക്ഷ അറ്റൻഡ് ചെയ്യണം. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 270 ആണ് കേട്ടോ. ടോട്ടൽ മാർക്ക് 270 ആണ്. നമ്മൾ കണ്ടു സെഷൻ 1-ന് എത്രയായിരിക്കും, 120, സെഷൻ 2-ന് 150 ആണ്. അങ്ങനെ രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാണ്, 270 മാർക്കാണുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ പേപ്പർ 1 വിൽ ബി ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ വിൽ ബി സെറ്റ് ഇൻ ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് 13 റീജിയണൽ ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ എഴുതാനുള്ള അവസരമുണ്ട്. ആ ലാംഗ്വേജ് ലിസ്റ്റിൽ മലയാളം എന്താണ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ 13 റീജിയണൽ ലാംഗ്വേജിൽ മലയാളം ഉണ്ട്. നമുക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജിൽ നമുക്ക് എന്താണ് പരീക്ഷ എഴുതാനുള്ള അവസരമുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, there will be a negative marking of 1 mark for each wrong answer in സെഷൻ 2. സെഷൻ 2-ലെ ഓരോ തെറ്റുത്തരത്തിനും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. എന്നാൽ there will be no negative mark in സെഷൻ 1. സെഷൻ 1-ലുള്ള മാത്സിനും റീസണിങ്ങിലും എന്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. സെഷൻ 2-ൽ എന്തുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതുപോലെ ടൈമിംഗ് ഫോർ വിഷ്വലി ഹാൻഡിക്യാപ്ഡ് സെറിബ്രൽ പ്ലാസ്റ്റി കാൻഡിഡേറ്റ്സ് ഈസ് 45 മിനിറ്റ്സ് ഈ സെഷൻ. ഓരോ സെഷൻ്റെയും എന്താ പറയുക, വിഷ്വലി ഹാൻഡിക്യാപ്ഡ് ആയ കുട്ടികളായാലും അവരുടെയും ടൈമിംഗ് എന്ത് തന്നെയാണ്, 45 മിനിറ്റ്സ് തന്നെയാണ് തന്നിട്ടുള്ളത്. അധികം സമയം അവർക്ക് അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ എക്സാം പാറ്റേൺ കണ്ടു, നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടു. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഏതിനാണ്, GK സെഷനാണ് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളത്. GK ഇംഗ്ലീഷ് വരുന്ന സെഷൻ ആയിരിക്കും. സെഷൻ 2-നാണ് നെഗറ്റീവ് മാർക്ക് ഉള്ളത്. സെഷൻ 1-ന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, ശരി. നമുക്കിനി നമ്മുടെ
ADA24/7 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫ്രീ കണ്ടന്റ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം, സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഒരു കണ്ടന്റ് സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ എക്സാം സെർച്ച് ചെയ്തോ വേറെ ഒരു സ്ഥലത്തും പോകേണ്ട ആവശ്യമില്ല. ഏത് എക്സാമിനും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്ത് മാത്രമല്ല അത് അനാലിസിസ് ചെയ്തതിന് ശേഷം ഏതൊക്കെയാണ് നിങ്ങളുടെ വീക്കർ പോർഷൻ, എന്താണ് നിങ്ങൾക്ക് തെറ്റ് വരുന്നത്, കറക്റ്റ് ആൻസർ, നമ്മുടെ തെറ്റിയതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാ, അതെല്ലാം നമ്മുടെ ഇത് പറഞ്ഞു തരും. അപ്പോൾ തീർച്ചയായിട്ടും ഡെയിലി ക്യൂസസ് ഉണ്ട്, അതുപോലെ ജോബ് അലർട്ട്സ് നിങ്ങൾക്ക് കിട്ടും, ഡെയിലി കറണ്ട് അഫേഴ്സ് കിട്ടും, സബ്ജക്റ്റ് വൈസ് ക്യൂസസ് കിട്ടും, നോട്ട്സ് ആൻഡ് ഫ്രീ ആർട്ടിക്കിൾസ് ഉണ്ട്, ഫ്രീ PDF ഉണ്ട്. അപ്പോൾ എന്ത് കാര്യം വേണമോ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ എന്താ പറയുക ADA24/7 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് എന്ത് ചെയ്യുക, അത് യൂസ് ചെയ്യുക കേട്ടോ. ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വരുന്നത്. അതിൽ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ സംഭവം കിട്ടും. ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് വേണം എടുക്കാം. അതുപോലെ ഏതെങ്കിലും പ്രീമിയം സ്റ്റഡി മെറ്റീരിയലോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ Y907 എന്ന് പറയുന്ന ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മാക്സിമം ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, ശരി. ഇനി നമുക്ക് MDSന്റെ സിലബസിലേക്ക് പോകാം. അപ്പോൾ MDSന്റെ ഫസ്റ്റ് സെഷൻ 1 നമ്മൾ പറഞ്ഞു മാത്സ് ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്. അപ്പോൾ ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇൻറ്റീജേഴ്സ് ആൻഡ് ഹോൾ നമ്പേഴ്സ്, LCM ആൻഡ് HCF, ഡെസിമൽ ആൻഡ് ഫ്രാക്ഷൻസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സ്, ഫണ്ടമെന്റൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അതുപോലെ ബോർഡ് മാസ്. ഇത്രയും നമ്മുടെ ബേസിക് നമ്പേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ്. അതിനകത്ത് കാൽക്കുലേഷൻസ് ഉണ്ട്. അത് നിങ്ങൾ പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ പഠിക്കേണ്ട കാര്യം ഈ ഡെസിമൽസും ഫ്രാക്ഷൻ്റെ അതിൻ്റെ കമ്പാരിസൺ ഉണ്ട്, അതിൻ്റെ അഡീഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അതിൻ്റെ കാൽക്കുലേഷൻസ് പഠിക്കുക, ആ നമ്പേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് പഠിക്കുക. പിന്നെയുള്ള LCM HCF എന്ന് വെറൈറ്റി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആ ഒരു ഓർഡറിൽ നമ്മൾ പഠിച്ചെടുക്കുക. ഏറ്റവും ബേസിക് ആയിട്ട് ഇതിൻ്റെ അകത്തുള്ള കൺസെപ്റ്റ് എല്ലാം നമുക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഒരു ചാപ്റ്റർ നമുക്ക് പാടുണ്ടാവത്തില്ല. കാരണം ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന അതേ ആപ്ലിക്കേഷൻസ് തന്നെയാണ് നമ്മൾ മിക്കപ്പോഴും മറ്റുള്ള ചാപ്റ്ററിലേക്ക് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യം. പിന്നെ ബോർഡ് മാസിൻ്റെ കാര്യം കൂടെ ഓർത്തേക്കുക. അത് നമുക്ക് എന്താ പറയുക, ക്വസ്റ്റ്യൻസ് കിട്ടും, സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ബോർഡ് മാസ് ഫസ്റ്റ് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക. പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എന്നുള്ള കാര്യത്തിലേക്ക് പോവാം. രണ്ടാമത് പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, വർക്ക് ആൻഡ് ടൈം ആൻഡ് വർക്ക്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇതെല്ലാം നമ്മൾ യൂഷ്വലായിട്ട് എല്ലാ പരീക്ഷയ്ക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കോമൺ ടോപ്പിക്സ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ആഡിങ്സ് നടത്തിയാൽ മതിയാവും. പ്രത്യേകിച്ച് പുതിയതായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർ നമ്പേഴ്സിനകത്തുള്ള കാര്യം എന്ത് ചെയ്യുക, നന്നായിട്ട് ഉറപ്പിക്കുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ടൈം പരീക്ഷ എഴുതുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇതൊരിക്കലും പ്രിപ്പയർ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ. ഓക്കെ, ശരി. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഡയറക്റ്റ് ആൻഡ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻസ് ഉണ്ട്, ആവറേജ് ഉണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, അതുപോലെ ഇത്രയും കാര്യം. ഏരിയ ആൻഡ് പെരിമീറ്റർ, ബേസിക് ജോമെട്രിക് ഓപ്പറേഷൻസ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം, അതുപോലെ ലൈൻസ് ആൻഡ് ആംഗിൾസ്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് സിമ്പിൾ ഗ്രാഫ്സ് ആൻഡ് ഡാറ്റ, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ്, എക്സെട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നമ്മൾ ബേസിക് ആയിട്ട് എല്ലാ പരീക്ഷയ്ക്ക് വേണ്ടിയും പ്രിപ്പയർ ചെയ്യുന്ന അതേ ടോപ്പിക് തന്നെയാണ് നമുക്ക് എന്തിനകത്തും തന്നിരിക്കുന്നത്, ന്യൂമറിക്കൽ എബിലിറ്റിക്ക് അതും തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്താൽ മതിയാവും. എന്താണ്, ബാക്കിയെല്ലാം എല്ലാ പരീക്ഷയ്ക്കും ചെയ്യുന്ന പോലെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യൻ ആണ്, 20 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. 20 മാർക്ക് നമുക്ക് അവിടെ കിട്ടും. 20 അല്ല 60 മാർക്ക് നമുക്ക് അവിടെ കിട്ടും. ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ്. അപ്പോൾ 60 മാർക്ക് നമുക്ക് അവിടെ കിട്ടും, ഉറപ്പിക്കാം. ശരി, ഇനി അടുത്ത് നോക്കുക, റീസണിങ് ടോപ്പിക്, ആൽഫ ന്യൂമറിക് സീരീസ്, നമ്പർ സീരീസ് പഠിക്കുന്നത് തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, അനലോഗി, ഡയറക്ഷൻസ്, അതുപോലെ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എല്ലാ പരീക്ഷയും PSC ആയാലും SSC ആയാലും ബാങ്കിനായാലും എല്ലാം ചെയ്യുന്നില്ല. അഡീഷണൽ ആയിട്ട് വരുന്ന സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ്, ജംബ്ലിംഗ്, പ്രോബ്ലം സോൾവിംഗ് ആൻഡ് അനാലിസിസ്, നോൺ വെർബൽ റീസണിംഗ് ബേസ്ഡ് ഓൺ ഡയഗ്രാംസ്, ഏജ് കാൽക്കുലേഷൻസ്, കലണ്ടർ ക്ലോക്ക്. ഏജും കലണ്ടറും ക്ലോക്കും അതും നമ്മുടെ കോമൺ ടോപ്പിക് തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് നമുക്ക് പിക്ചർ ജസ്റ്റ് ഒന്ന് നോക്കി പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ജംബ്ലിംഗ് ആയാലും സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് കണ്ടാൽ അതിനുള്ള ട്രിക്കൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ റീസണിങ് പ്രശ്നമില്ല. 20 മാർക്ക് നമുക്ക് അവിടെ കിട്ടും. 20 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. 60 മാർക്ക് അവിടെ കിട്ടും. അപ്പോൾ ആ 120 മാർക്ക് പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രാക്ടീസ്. ക്വസ്റ്റ്യൻസ് എടുത്ത് വയ്ക്കുക, പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ശരി, ഇനി സെഷൻ 2ലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് വരുന്നുണ്ട്. ഇംഗ്ലീഷ് സ്പോട്ട് ദ എറർ, ഫിൽ ഇൻ ദ കോംപ്രഹെൻഷൻ, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ആണ്. ഇപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, സിനോണിംസ് ആൻറ്റോണിംസ് പ്രശ്നമില്ല, സ്പെല്ലിംഗ്, ഡിറ്റക്ടിങ് മിസ്പെൽഡ് വേർഡ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇംപ്രൂവ്മെന്റ് ഓഫ് സെന്റൻസ്, കോംപ്രഹെൻഷൻസ് ഓഫ് ട്രാൻസ്ലേറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം അല്ലേ. ഇംഗ്ലീഷിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് വേണം അറ്റൻഡ് ചെയ്യാൻ, നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട്. അടുത്ത് നോക്കുക, GK ടോപ്പിക്. GK ടോപ്പിക്കിൽ വൈഡ് ആയിട്ടുള്ള ഏരിയ, GK ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു വൈഡ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ എന്തൊക്കെ പഠിക്കണം, അതിൽ ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യണം, കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത്.
കറണ്ട് അഫയേഴ്സ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കുന്നത്, ഒരു ലാസ്റ്റ് 2 ഇയർ കറണ്ട് അഫയേഴ്സ് എങ്കിലും ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബറിംഗ് കൺട്രീസ് എസ്പെഷ്യലി പെർട്ടൈനിങ് ടു സ്പോർട്സ്, ഹിസ്റ്ററി, കൾച്ചർ, ജോഗ്രഫി, എക്കണോമിക് സീൻ, ജനറൽ പൊളിറ്റി ഇൻക്ലൂഡിംഗ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സയന്റിഫിക് റിസർച്ച്, സ്റ്റാറ്റിക് GK. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, അതായത് റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഈ മേഖലകൾ, പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ളത്, സ്പോർട്സ് പരമായിട്ടുള്ളത്, അങ്ങനെ ഇന്റർനാഷണൽ റിലേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ആ രീതിക്കൊന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. അത് മാത്രം, പിന്നെ ബാക്കിയുള്ള നമ്മുടെ സ്റ്റാറ്റിക് GK ആ കാര്യങ്ങൾ നോക്കി വയ്ക്കുക. അപ്പോൾ ഈ GK ഒത്തിരി നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പഠിക്കുക. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതാണ്. വെറുതെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് തെറ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് കേട്ടോ. നമുക്ക് അറിയാവുന്നുള്ളത് മാത്രമേ അറ്റൻഡ് ചെയ്യാവൂ ആ സെക്ഷനിൽ. അതങ്ങ് അറിഞ്ഞുകൂടാത്തങ്ങ് വിട്ടേക്കുക. ഓക്കെ, ശരി. അപ്പോൾ 2 സെഷൻ്റെയും കൂടെ മാർക്കായിരിക്കും ഫൈനൽ അവർ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെറുതെ അതിനകത്ത് നെഗറ്റീവ് ഇത് ചെയ്ത് നമുക്ക് എന്താണ് ഉള്ള മാർക്കും കൂടെ കളയേണ്ട ആവശ്യം ഉണ്ടാവരുത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോരുത് കേട്ടോ. അറിയാവുന്നുള്ളത് മാത്രം അറ്റൻഡ് ചെയ്യുക, അത് നോക്കി പഠിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ബാക്കി നമ്മൾ സ്റ്റാറ്റിക് GK, ഹിസ്റ്ററി ആയാലും എന്താ പറയുക, ജോഗ്രഫി ആയാലും അങ്ങനെയുള്ള ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സിലബസ് അറിയണം. അപ്പോൾ എക്സാം പാറ്റേൺ നമ്മൾ കണ്ടു, എങ്ങനെയാണ് നമുക്ക് പരീക്ഷ എഴുതേണ്ടത്, എത്ര സമയമുണ്ട്, എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, എത്ര മാർക്കാണെന്നുള്ള കണ്ടു. എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള സിലബസ് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും, കുറഞ്ഞത് മിനിമം 4 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇതിനകത്തേക്ക് സ്പെൻഡ് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമുക്ക് റീസണിങ്ങിനും മാത്സിനും എത്രയാണ്, 120 മാർക്കാണ്. അതായത് 40 ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അതിന് ഫോക്കസ് കൂടുതൽ കൊടുക്കുക, അതിന് കൂടുതൽ ഇത് കൊടുക്കുക കേട്ടോ, പ്രയോറിറ്റി കൊടുക്കുക. ബാക്കി കറണ്ട് അഫയേഴ്സ് പഠിക്കുക. ഓക്കെ, അപ്പോൾ അത് മിനിമം 4 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പഠിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വായിച്ച് വിടുകയല്ല, മാത്സ് റീസണിംഗ് ഒന്നും ഒരിക്കലും വായിച്ച് വിടരുത്. എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ചെയ്ത് തന്നെ പഠിക്കുക. ആവശ്യത്തിലധികമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും എടുത്ത് വെച്ച് വെറുതെ പ്രാക്ടീസ് ചെയ്യുക. സംശയമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ചോദിക്കുക, ഒന്ന് ചോദിച്ച് പഠിക്കുക കേട്ടോ. ഒന്നുകിൽ നമുക്ക് തന്നെ ടെലഗ്രാം ഗ്രൂപ്പും കമ്മ്യൂണിറ്റി ആപ്പിനകത്ത് കമ്മ്യൂണിറ്റി എല്ലാം ഉണ്ട്, നിങ്ങൾ അവിടെ ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത്. മിനിമം 4 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് ഇനി ഏകദേശം ഒരു 6 മന്ത് ഉണ്ടെന്ന് വിചാരിച്ചു, 6 മന്ത്സ് ഉണ്ട്. നമ്മൾ ഒരു ദിവസം 4 മണിക്കൂർ വെച്ച് പഠിച്ചു നോക്കുക കേട്ടോ. അങ്ങനെ പഠിക്കുമ്പോഴത്തേനും സമയം മാക്സിമം നമ്മൾ അതിനകത്ത് കൂട്ടി വരും. ഈ 4 മണിക്കൂർ മിനിമം ആണ്. അപ്പോൾ മാക്സിമം സമയം നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൻ്റെ ഒരു റിസൾട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് MTS എന്ന് അല്ലെങ്കിൽ ഹവൽദാർ എന്ന് പറയുന്ന ആ പോസ്റ്റിലേക്കുള്ള ജോബായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഒരാഴ്ച പഠിച്ചിട്ട് പിന്നെ ആ ടൈം കുറഞ്ഞു വരരുത്. ഈ 4 മണിക്കൂർ മിനിമം എന്നുള്ള പിന്നെ കുറയരുത്, അല്ലെങ്കിൽ പിന്നെ പഠിക്കാമെന്നുള്ള രീതിക്ക് പോകരുത്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഈ ഒരു രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പോഴേ തുടങ്ങിക്കോ. വന്നിട്ട് പെട്ടെന്ന് അങ്ങനെ പരീക്ഷ എന്തെങ്കിലും സാഹചര്യത്തിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ നടക്കത്തില്ല. ഇൻ കേസ് അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇപ്പോഴേ അങ്ങ് പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡാണ് അല്ലേ, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നില്ല, നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചു തുടങ്ങുകയാണ്. പിന്നെ ബാക്കിയുള്ള സമയം നമുക്ക് കുറച്ച് പഠിക്കാം. ലാസ്റ്റ് കിട്ടുന്ന സമയം, അഡീഷണൽ ആയിട്ട് കിട്ടുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം, റിവിഷൻ ചെയ്യാം കേട്ടോ. അങ്ങനെ റിവിഷൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഓരോ ദിവസം 4 മണിക്കൂർ നിങ്ങൾ എന്ത് പഠിക്കുക. അതിനുശേഷം ഓരോ ദിവസവും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കുക. അത് മാത്സ് ആയാലും റീസണിംഗ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക, നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഓരോ ദിവസവും ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുമ്പോൾ പിന്നെ നമ്മൾ മറക്കത്തില്ല റെഗുലറായിട്ട്. കാരണം നമ്മൾ എല്ലാത്തിനകത്തേക്കും നമ്മൾ പോകുന്നുണ്ട്, ഓരോ ദിവസം പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിവൈസ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ദിവസം കൂടുതൽ സമയം വേണ്ടി വരും അല്ലേ. ഒരു മണിക്കൂർ 1/2 മണിക്കൂർ വെച്ച് കൂടുതൽ പോകും, കൂട്ടി എടുക്കുക. ഓരോ ദിവസം കൂട്ടി എടുക്കുക. അങ്ങനെ മാക്സിമം പഠിക്കുക. പരീക്ഷയുടെ ഒക്കെ സമയം ആകുമ്പോഴത്തേക്ക് ജോലിക്കുള്ള ആൾക്കാരാണെങ്കിൽ ലീവ് എടുത്തിരുന്ന് പഠിക്കുക. കാരണം കുറച്ച് ദിവസം നമ്മൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എക്സാം കിട്ടുക, അത് എക്സാം ക്രാക്ക് ചെയ്യുക, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. അങ്ങനെയുള്ള രീതിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും പ്രിപ്പയർ ചെയ്ത് നോക്കുക. നമുക്ക് ആ ജോലി എന്ത് ചെയ്യും, നേടിയെടുക്കാൻ പറ്റും കേട്ടോ. ശരി, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഇനിയുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ഉടനെ. എന്തായാലും ഈ മാസം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 30-ാം തീയതി വരെ നമുക്ക് സമയമുണ്ട്, ജൂൺ 30 വരെ ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ളിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് നമ്മുടെ SSCയുടെ ഭാഗത്തുനിന്ന് എന്താ പറയുക, പത്രക്കുറിപ്പൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊള്ളുക. ശരി, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബാച്ച് സ്റ്റോറിൽ അവൈലബിൾ ആണ്. SSC MTSന് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 902 സെറ്റ് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻസ് അല്ല, 902 സെറ്റാണ്. അപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻസ് എത്രയായിരിക്കും, 1000, 2000, 3000 മുകളിലായിരിക്കും മൊത്തത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്നത്. അത്രയും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ 93 ബുക്സ് ഉണ്ട്.
ക്വസ്റ്റ്യൻ സെറ്റ് PDF ഇ ബുക്സ് രൂപത്തിലുണ്ട്, അതിൻ്റെ സൊല്യൂഷൻ അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലൈവ് ക്ലാസ്സും കിട്ടും. അപ്പോൾ നിങ്ങളുടെ സംശയം തീർക്കാനുള്ള കാര്യങ്ങൾ അവിടെ ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ MDS നിങ്ങൾക്ക് പഠിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അതിൻ്റെ ആ രീതിക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിക്കുള്ള കൃത്യമായിട്ടുള്ള ക്ലാസ്സും നോട്ട്സും എക്സാംസും എല്ലാം അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അത് നോക്കിക്കൊള്ളുക. ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2323 രൂപയെ നിങ്ങൾക്ക് ആവത്തുള്ളൂ കേട്ടോ. 2800 രൂപയാണ് കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇടയിൽ സ്വാഭാവികമായിട്ടും ഒരു കോഴ്സിനും അധികം ഫീസ് ഈടാക്കാറില്ല, വളരെ കുറഞ്ഞ ചിലവിലാണ്. അപ്പോൾ അതിൽ വീണ്ടും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ Y907 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ എന്ത് ചെയ്യാം, വീണ്ടും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അതിന് മാത്രമല്ല ഏത് കോഴ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഈ ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്ത് പഠിക്കുക, ഉറപ്പായിട്ടും പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ ജോലി നേടിയെടുക്കാൻ പറ്റും കേട്ടോ. ശരി, ഓക്കെ. അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ആ കാര്യങ്ങളെല്ലാം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ SSC MDS പഠിക്കേണ്ട രീതിയൊക്കെ എങ്ങനെയാണ്, എത്ര ദിവസം പഠിക്കണമെന്നുള്ള കാര്യങ്ങൾ കേട്ടോ. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, അതിൻ്റെ റിട്ടേൺസ് നിങ്ങൾ തന്നെ എടുക്കുക കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് ആ ജോലി കിട്ടണം എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി തന്നെ പഠിക്കുക. നമ്മുടെ മൈൻഡ് സെറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ രീതിക്ക് തന്നെ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ശരി, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്തെത്തുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സെഷനായിട്ട് കാണാം. അതുവരത്തേക്കും താങ്ക് യു ഓൾ.